നമസ്കാരം. ആശാവർക്കർമാർക്ക് ഗ്രാറ്റുവിറ്റിയും മെറ്റേണിറ്റി ലീവും പ്രഖ്യാപിച്ച് ആന്ധ്രാപ്രദേശ് സർക്കാർ കയ്യടി നേടുമ്പോൾ കേരളത്തിൽ ന്യായമായ വേതന വർധനവിനായി എരിപൊരി വെയിലിലും കനത്ത മഴയിലും സമര പോരാട്ടം തുടർന്ന് ആശാവർക്കർമാർ വിവിധ സ്ഥലങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷന്മാരെയും സർക്കാർ സംവിധാനങ്ങളെയും ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്താനും സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ശ്രമങ്ങൾ നടക്കുമ്പോഴും ആശാവർക്കർമാർ കനത്ത മഴയെ അവഗണിച്ചും സമരവേദിയിൽ തുടരുകയാണ്. ആശാവർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ മാസവരുമാനം നൽകുന്ന സംസ്ഥാന സർക്കാർ വിഹിതമായി മാസം 10,000 രൂപ നൽകുന്ന ആന്ധ്രാപ്രദേശ് 30 വർഷം സർവീസ് പൂർത്തിയാക്കിയ ആശമാർക്ക് 1.5 ലക്ഷം രൂപയാണ് ഗ്രാറ്റുവിറ്റി നൽകുക. ഇതോടൊപ്പം ആശമാർക്ക് 180 ദിവസം മെറ്റേണിറ്റി ലീവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 30 വർഷം സർവീസ് പൂർത്തിയാക്കിയ ആശമാർക്ക് 1.5 ലക്ഷം രൂപയാണ് ഗ്രാറ്റുവിറ്റി നൽകുന്നത്. ഇതിന് പുറമെയാണ് ആശമാർക്ക് 180 ദിവസം മെറ്റേണിറ്റി ലീവും പ്രഖ്യാപിച്ചിരിക്കുന്നത്. മെറ്റേണിറ്റി ലീവ് കാലാവധിയിൽ ആശാവർക്കർമാർക്ക് 60,000 രൂപ ശമ്പള ഇനത്തിലും നൽകും. ഇതോടൊപ്പം റിട്ടയർമെന്റിന് ശേഷം സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ വഴി ആശാവർക്കർമാർക്ക് വരുമാനം ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചു. ആശമാർക്ക് ഏറ്റവും കൂടുതൽ മാസവരുമാനം ഉറപ്പു നൽകുന്ന സംസ്ഥാനമാണ് ആന്ധ്ര. മാസം 10,000 രൂപയാണ് സംസ്ഥാന സർക്കാർ വിഹിതമായി ആശാവർക്കർമാർക്കുള്ള സ്ഥിര വരുമാനം. അതേസമയം ന്യായമായ വേതനത്തിനായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ 21ാം ദിവസവും സമരം തുടരുകയാണ് ആശാവർക്കർമാർ. വേതന വർധനവ് ആവശ്യപ്പെട്ടാണ് ദിവസങ്ങളായി ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിൽ തുടരുന്നത്. നാളെ നിയമസഭയിലേക്ക് മാർച്ച് നടത്തും. അതിനിടെ സമരത്തിന് പല കോണുകളിൽ നിന്നും പിന്തുണയേറുകയാണ്. കഴിഞ്ഞ ദിവസം സമരത്തിന് ഊർജ്ജം പകർന്ന് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി എത്തിയിരുന്നു. അപ്രതീക്ഷിതമായി എത്തിയ മഴയിലും മുദ്രാവാക്യം വിളികളോടെ സമരം തുടരുകയാണ് ആശാവർക്കർമാർ. മഴ നനയാതിരിക്കാൻ ഇവിടെ കെട്ടിയ ടാർപോളിൻ പോലീസ് അഴിപ്പിച്ചിരുന്നു. ഇന്ന് പുലർച്ചെ 3 മണിയോടെ മഴ പെയ്തപ്പോഴായിരുന്നു പോലീസിന്റെ നടപടി. ടാർപോളിൻ കെട്ടി അതിന്റെ താഴെ പായ വിരിച്ചായിരുന്നു സമരരംഗത്തുള്ള ആശാവർക്കർമാർ ഉറങ്ങിയിരുന്നത്. ഇവരെ വിളിച്ചുണർത്തിയാണ് ടാർപോളിൻ അഴിച്ചു മാറ്റിയത്. ഇന്ന് രാവിലെ നഗരത്തിൽ കനത്ത മഴ പെയ്തെങ്കിലും കൂടെ ചൂടിയിരുന്ന മുദ്രാവാക്യം വിളികളുമായി സമരം തുടരുകയാണ് ആശാവർക്കർമാർ. അതിനിടെ ആശാവർക്കർമാരുടെ സമരത്തെ നേരിടാൻ സർക്കാർ പുതിയ ഹെൽത്ത് വോളണ്ടിയർമാരെ തേടി NHM സ്റ്റേഷൻ മിഷൻ ഡയറക്ടർ കഴിഞ്ഞ ദിവസം സർക്കുലർ ഇറക്കിയിരുന്നു. ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് സ്കീമിൽ പുതിയ വോളണ്ടിയർമാരെ കണ്ടെത്തി പരിശീലനം നൽകാനാണ് മാർഗനിർദ്ദേശം. ആശാവർക്കർമാർ സമരം തുടർന്നാൽ ബദൽ സംവിധാനം ഒരുക്കണമെന്ന സർക്കുലറിന് പിന്നാലെയാണ് പുതിയ നിർദ്ദേശം. സർക്കാർ നീക്കം അനുവദിക്കില്ലെന്നാണ് ആശാവർക്കർമാരുടെ പ്രതികരണം.